പറയുക ഭായ്, അജയ്ക്ക് എന്തു പറ്റി? ഭ്രാന്ത് പിടിച്ചോ? അവൻ എൻ്റെ ആൾക്കാരെ എല്ലാം തല്ലിക്കൊല്ലുന്നു. ഞാനും അത് കേട്ടടോ. കേട്ടതോ നിങ്ങൾ ജയിക്കുന്നതോ? കറക്റ്റായി ഊഹിച്ചു. നീയുമായി ബിസിനസ് ചെയ്യുന്നത് ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പൊ ഞാനതെല്ലാം കറക്റ്റ് ചെയ്യാൻ പോകുക. മനസ്സിലാവുന്ന ഭാഷ പറയാം. ബാലുവിനോട് നിനക്കുള്ള ദേഷ്യം മനസ്സിലാക്കി നിന്നെ കൊണ്ട് ബാലുവിനെ കൊല്ലിച്ചു. ഇപ്പോ അജയ്ക്ക് നിന്നോടുള്ള വൈരാഗ്യം ഉപയോഗിച്ച് അജയെ കൊണ്ട് നിന്നെ കൊല്ലിക്കാൻ പോകുന്നു. പിന്നെ ഈ സിറ്റി മൊത്തം എന്റെ. ഭായ്, ബാലുവിനെ കൊല്ലാൻ നിങ്ങളാ ഫോൺ ചെയ്ത് പറഞ്ഞത്. ഈ വാർത്ത അജയോട് ഞാൻ പറഞ്ഞാൽ? കാശി, നീ വാ തുറക്കും മുമ്പ് നിന്റെ കഴുത്തിൽ അവന്റെ കത്തി കയറിയിരിക്കും. അജയ് പറയാതൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ കാണുന്നതും മതിയാക്കി. ഇപ്പൊ എന്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. നീ എന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ നീ ഇങ്ങനെ മാറിപ്പോയത്? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം നീ മറന്നുപോയോ? ആഗ്രഹങ്ങൾ നീ മറന്നുപോയോ? ഇനി എന്നെ നീ മറക്കോ? നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. എന്റെ പുതിയ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഞാനും പഴയതെല്ലാം മറന്നു കളഞ്ഞേക്കാം. നിന്നെ ഇനി കൺമുന്നിൽ കണ്ടുപോരുത്. ആരെയെങ്കിലും വിവാഹം ചെയ്ത് ദൂരെ എവിടേക്കെങ്കിലും പോയിക്കോ. ഇതല്ലേ നീ പറയാൻ വന്നത്? അതെ. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു. ജീവിതം മുഴുവൻ നിന്നോടൊപ്പം എന്ന് കരുതിയിരുന്നതാ. പക്ഷെ ഞാൻ നിന്നെ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു. നീ സുഖമായിരിക്കണമെങ്കിൽ ഞാനിപ്പോൾ നയിക്കുന്ന ജീവിതത്തിൽ നിന്ന് നീ ഏറെ അകലെയായിരിക്കണം. കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഫോട്ടോ സെഷൻ? സർ, നിങ്ങളുടെ ഹാൻഡ് എങ്ങനെയുണ്ട്? എൻ്റെ ഹാൻഡിൻ്റെ കാര്യം വിട്. നിങ്ങളുടെ ലാൻഡിനെ കുറിച്ച് പറയാം. സിറ്റിയിലെ പുതിയ കമ്മീഷണർ എനിക്ക് ഫുൾ ചാർജ് തന്നു. ഈ സിറ്റിയിൽ 2 ഈവിൾ പവർ ഉണ്ട്. അതിലൊരാൾ ഭായ്. ഈ സിറ്റിയിലെ വലിയ മനുഷ്യനായി അഭിനയിച്ച് നിയമം കയ്യിലെടുത്ത് ജനങ്ങളുടെ വിശ്വാസം നേടി. രണ്ടാമതൊരാൾ കാശി. ഇയാൾ മദ്യവ്യാപാരത്തിൽ പ്രമുഖൻ. അതുകൂടാതെ ഡ്രഗ്സ് വ്യാപാരവും ചെയ്യുന്നു. ദുബായിലേക്ക് പെൺകുട്ടികളെ കടത്തുന്നവരുമായി ബന്ധമുണ്ടെന്ന് പോലും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. അറിയാം. എന്ത് നടന്നു, എന്ത് നടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. എന്ത് നടക്കാൻ പോകുന്നെന്ന് എനിക്കറിയാം. ഉടനെ 3 പേരുടെയും ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ടോട്ടൽ സിറ്റി ഇനി എന്റെ കൺട്രോളിലേക്ക് മാറ്റാൻ പോകുന്നു.